നമസ്കാരം. മട്ടാഞ്ചേരി മാഫിയയ്ക്ക് രാസലഹരി എത്തുന്നത് ഗൾഫിൽ നിന്നെന്ന് വ്യക്തം. നേരത്തെ ഇത് സംബന്ധിച്ച ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഒമാനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതായിരുന്നു അത്. ഇതിന് സമാനമായാണ് പശ്ചിമ കൊച്ചിയിൽ ലക്ഷങ്ങൾ വില വരുന്ന MDMA-യും ഹാഷിഷ് ഓയിലും കഞ്ചാവും പിടികൂടിയ സംഭവത്തിലെ പ്രധാന പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒമാനിൽ നിന്ന് മയക്കുമരുന്ന് കടത്ത് ആസൂത്രണം ചെയ്ത മലപ്പുറം നെടിയിരുപ്പ് സ്വദേശിയായ ആഷിഖാണ് മട്ടാഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. മയക്കുമരുന്ന് കൊച്ചിയിലെത്തിച്ചിരുന്ന വൈപ്പിൻ സ്വദേശിനിയായ മാഗി ആഷ്ന എന്ന യുവതിയെയും സംഘാംഗമായ മട്ടാഞ്ചേരി സ്വദേശി ഇസ്മായിൽ സേട്ട് എന്ന യുവാവിനെയും കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 9ആയി. ഒമാനിലെ സൂപ്പർ മാർക്കറ്റ് ജീവനക്കാരനാണ് ആഷിഖ്. മാഗി ആഷ്നയിൽ നിന്നും ഇസ്മായിൽ സേട്ടിൽ നിന്നുമാണ് ലഹരിക്കടത്തിന്റെ ഉറവിടം സംബന്ധിച്ച വിവരം ലഭിച്ചത്. ഒമാനിലെ സൂപ്പർ മാർക്കറ്റുകളിൽ ലഹരി ഇടപാടുണ്ടെന്നും പലരും ഇതിന് ഇരകളാകുന്നുവെന്നും വിശദീകരിക്കുന്ന വീഡിയോ ആയിരുന്നു വൈറലായത്. കഴിഞ്ഞ മാസം പശ്ചിമ കൊച്ചിയിൽ വിവിധ സ്ഥലങ്ങളിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ 480 ഗ്രാം MDMA, കഞ്ചാവ്, ഹാഷിഷ് ഓയിൽ, ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവ പിടികൂടുകയായിരുന്നു. വിശദമായ അന്വേഷണത്തിലാണ് മയക്കുമരുന്ന് എത്തിച്ച യുവതിയെപ്പറ്റി വിവരം ലഭിച്ചത്. മാഗി ആഷ്നയെ വീട്ടിൽ നിന്നാണ് മട്ടാഞ്ചേരി പോലീസ് പിടികൂടിയത്. ആയിഷ ഗഫാർ സയ്യിദ് എന്ന മറ്റൊരു സ്ത്രീയും പിടിയിലായി. തോപ്പുംപടി, മട്ടാഞ്ചേരി മേഖലകളിൽ നിന്നായി വൻതോതിൽ MDMA കണ്ടെടുത്ത കേസിൽ ഒമാനിൽ നിന്നാണ് ലഹരി എത്തിച്ചതെന്ന് കണ്ടെത്തിയതും ഈ അറസ്റ്റുകളിലൂടെയാണ്. ഒമാനിൽ സൂപ്പർ മാർക്കറ്റ് ജീവനക്കാരനായ ആഷിഖാണ് ലഹരി ഇടപാട് നിയന്ത്രിച്ചിരുന്നത്. ജോലിക്കായി ഒമാനിലെത്തിയ മാഗി സംഘത്തിനൊപ്പം ചേർന്ന് വിമാനത്തിൽ ലഹരിക്കടത്തിൽ ഏർപ്പെടുകയായിരുന്നു. ആദ്യ ലഹരിക്കടത്തിൽ തന്നെ ഇവർ അറസ്റ്റിലായി. 1 ലക്ഷം രൂപയാണ് ഇവർക്ക് പ്രതിഫലം നൽകിയത്. ലഗേജിൽ ഒളിപ്പിച്ചാണ് MDMA കടത്തിയത്. ഒമാനിൽ നിന്ന് ആഷിഖ് നാട്ടിലെത്തിയ വിവരമറിഞ്ഞ് മട്ടാഞ്ചേരിയിൽ നിന്നുള്ള പോലീസ് സംഘം മലപ്പുറത്തെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഒരു തവണ മയക്കുമരുന്ന് കടത്തുന്നതിന് 1 ലക്ഷം രൂപയാണ് പ്രതിഫലമായി നൽകിയത്. വിലക്കുറവായതുകൊണ്ടാണ് ഒമാനിൽ നിന്ന് സംഘം ലഹരി എത്തിച്ചിരുന്നത്. കൊച്ചി വിമാനത്താവളം വഴിയായിരുന്നു കടത്ത്. ജനുവരിയിൽ നടത്തിയ റെയ്ഡിലാണ് പശ്ചിമ കൊച്ചിയിൽ വൻ മയക്കുമരുന്ന് ശേഖരവുമായി മഹാരാഷ്ട്ര സ്വദേശിനിയായ യുവതിയെയും മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി സ്വദേശികളായ 5 യുവാക്കളെയും പോലീസ് പിടികൂടിയത്. പൂനെ സ്വദേശിനി ആയിഷ ഗഫാർ സയ്യിദ്, ഇവരുടെ പങ്കാളിയായ മട്ടാഞ്ചേരി സ്വദേശി റിഫാസ് റഫീഖ്, മട്ടാഞ്ചേരി സ്വദേശികളായ സജീർ, അദ്നാൻ സവാദ്, ഷഞ്ചൽ, മുഹമ്മദ് അജ്മൽ, പള്ളുരുത്തി വെളി സ്വദേശി ബാദുഷ എന്നിവരായിരുന്നു അറസ്റ്റിലായത്. ആയിഷയും റിഫാസും മട്ടാഞ്ചേരിയിലെ ഹോട്ടലിൽ താമസിച്ച് ലഹരി ഇടപാട് നടത്തുന്നതായി ലഭിച്ച വിവരത്തെ തുടർന്നായിരുന്നു 6 പേരെ പിടികൂടിയത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്ത്രീകൾ വഴിയുള്ള ലഹരിക്കടത്ത് കൂടുകയാണ്. കഴിഞ്ഞ ദിവസം മുംബൈ സ്വദേശിനികളായ സബ റാഷിദ്, ഷാജിയ അമർ ഹംസ എന്നിവരെ ഹൈബ്രിഡ് കഞ്ചാവുമായി കസ്റ്റംസ് കൊച്ചിയിൽ പിടികൂടിയിരുന്നു. ബാങ്കോക്കിൽ നിന്നുമാണ് ഇവർ നെടുമ്പാശ്ശേരിയിലെത്തിയത്. സബായുടെ പക്കൽ നിന്ന് 754 ഗ്രാമും ഷാജിയയുടെ പക്കൽ നിന്ന് 750 ഗ്രാം കഞ്ചാവുമാണ് കണ്ടെടുത്തത്. ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ കസ്റ്റംസ് വിശദമായി പരിശോധിക്കുകയായിരുന്നു. പരിശോധനയിലാണ് വലിയ പാക്കറ്റുകളിലായി ഒളിപ്പിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത്. ഇവർക്ക് രാജ്യാന്തര ലഹരിക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്നും അധികൃതർ പരിശോധിച്ചു വരികയാണ്.